നല്ല നാടൻ മൊയിലിറച്ചിയും താറാവ് റോസ്റ്റും കഴിച്ചാലോ? ചൂടായ പാത്രത്തിൽ ആദ്യം മൊയിലിറച്ചി ഇങ്ങനെ ഇടും. അതിനുശേഷം കുറച്ച് ഉപ്പും മുളക് പൊടിയും അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഈ മൊയിലിറച്ചി ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കും കേട്ടോ. ആ മസാലയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുക്ക് ചെയ്യാൻ വയ്ക്കും. ഒരു 25 മിനിറ്റോളം ഇരുന്ന് കുക്കാവണം. ആ സമയം കൊണ്ട് നല്ല താറാവ് റോസ്റ്റ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ടേ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അത് കഴിഞ്ഞിട്ട് വറ്റൽമുളകും പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കും. ഈ സമയത്ത് അസാധ്യമായൊരു മണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് പട്ട ഗ്രാമ്പു ഏലം ഒക്കെ ഇടും. ഇതൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് സവാള, ഈ സവാളയും കൂടി ഇട്ട് വഴട്ടിയെടുക്കും. കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് ഒന്നുകൂടി അത് വഴട്ടി ഈ ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. ഈ സമയത്താണ് മസാലയൊക്കെ ചേർക്കുന്നത് കേട്ടോ. കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൂടെ കുറച്ച് ഗരം മസാല. ഈ ഗരം മസാല ഇവർ തന്നെ ഇവിടെ പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ. തക്കാളി ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് വഴട്ടി സെറ്റാക്കി എടുക്കും. അതിനുശേഷം അതിലേക്ക് താറാവ് കൂടെ ഇട്ട് ഇളക്കി റെഡിയാക്കി എടുക്കും. ആ മസാല താറാവിൽ പിടിച്ച് സെറ്റാവുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഇളക്കി സെറ്റാക്കിയിട്ട് അതിൽ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും. താറാവായതുകൊണ്ട് കുക്കായി വരാൻ ലേശം സമയം എടുക്കും. അതുകൊണ്ട് ഒരു 2-3 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചു. ഈ സമയം കൊണ്ട് നമ്മളെ മൊയിലിറച്ചി ഏകദേശം കുക്കായി. ഇനി ആ മൊയിലിന് നല്ലൊരു മസാല പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ചൂടായ വെളിച്ചെണ്ണയിൽ ഇഞ്ചി വെളുത്തുള്ളി വറ്റൽമുളക് അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇളക്കിയെടുത്ത് ഈ സമയത്ത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു മണമുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. അതിൽ കുറച്ച് സവാളയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴണ്ട് ട്രാൻസ്പെറൻറ്റ് കളറിലോട്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് മസാല ആദ്യം ഇട്ട് കൊടുക്കുന്നത് നല്ല കാശ്മീരി ചില്ലിയാണ് കേട്ടോ, നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ അത് കഴിഞ്ഞ് ക്രഷ്ഡ് ചില്ലിയും അത് കഴിഞ്ഞിട്ട് ഇവിടെ സ്പെഷ്യൽ ഗരം മസാലയും. ഈ ഗരം മസാലയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ. അതിനുശേഷം കുറച്ച് കസ്തൂരി മേത്തിയും കൂടെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കും. അതിനുശേഷം നേരത്തെ കുക്ക് ചെയ്ത് വെച്ച മൊയിലിറച്ചിയില്ലേ, ആ മൊയിലിറച്ചി ഈ മസാലയിലോട്ട് ഇട്ട് കൊടുക്കും. അതിനുശേഷം ഈ മസാലയും മൊയിലിറച്ചിയും ഒക്കെ കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കും. അങ്ങനെ ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെയും ഇത് കുക്ക് ചെയ്യാൻ വയ്ക്കും. സമയത്ത് നമ്മൾ നേരത്തെ വെച്ച താറാവ് നോക്കിയപ്പം അതും ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇപ്പോൾ നല്ല ചാറൊക്കെ കുറുകി വറ്റി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ആ താറാവ് കറിയിലേക്ക് വറുത്തരച്ച തേങ്ങയെ കൂടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടേ ഇളക്കി റെഡിയാക്കി എടുക്കും. ഈ സമയം കൊണ്ട് നമ്മുടെ മൊയിൽ റെഡിയായിട്ടോ, നല്ല മണം വരുന്നുണ്ട്. ഈ ഒരു മൊയിലിറച്ചി നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിലേ നിങ്ങൾ ഒരു തവണയിലും കഴിക്കണം കേട്ടോ, അത്രയ്ക്ക് സ്വാദാണ്. അങ്ങനെ നമ്മുടെ താറാവും റെഡിയായി. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇളക്കി അങ്ങനെ റെഡിയാക്കി എടുത്തു. ഇനി ഉണ്ടാക്കിയത് നമുക്കൊന്ന് കഴിച്ചു നോക്കണ്ടേ. മൊയിലും കാടയും അതുപോലെ തന്നെ താറാവും. കുറച്ച് പുട്ടെടുത്തിട്ടേ അതിൽ നമുക്ക് മൊയിലിറച്ചിയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. മൊയിൽ റോസ്റ്റാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ അധികം മസാലയൊന്നുമില്ല. ആ മീറ്റിലോട്ട് പെരണ്ടാണ് കിടക്കുന്നത്. തേങ്ങാക്കൊത്തിൻ്റെയും വറ്റൽമുളകിൻ്റെയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയൊക്കെ ഒരു അസാധ്യ ഫ്ലേവർ ഉണ്ട് കേട്ടോ ഈ മസാലയ്ക്ക്. മാത്രമല്ല മീറ്റിൽ അധികം മസാലയൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മീറ്റിൻ്റെ ഫ്ലേവറും ഒരു ലൈറ്റ് മസാല ഫ്ലേവറുമാണ് ഇതിനുള്ളത്. നല്ല ചൂട് പുട്ടും മൊയിൽ റോസ്റ്റും ഒരു നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇത് കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇത്രയും സ്വാദം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. മീറ്റൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ മസാലയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. വെള്ളയപ്പത്തിൻ്റെയും കപ്പയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ അസാധ്യ കോമ്പിനേഷനാണ് ഈ മൊയിലിറച്ചി. എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ഇവരുടെ ഈ താറാവ് റോസ്റ്റാണ്. താറാവ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വല്ലാത്തൊരു മണമായിരുന്നു. കുറച്ച് ഗ്രേവിയും ആ ഒരു പീസും എടുത്തിട്ടേ നമുക്ക് ആ പുട്ടിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. കുറച്ച് പുട്ടും ആ താറാവിൻ്റെ ഗ്രേവിയും ഇതിങ്ങനെ എടുത്തിട്ടേ നമുക്ക് ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കണം. എൻ്റെ മോനെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അതുപോലെ തന്നെയാണ് ആ മീറ്റൊക്കെ പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. ഞാൻ വിശന്ന് വന്നപ്പോൾ യാദൃച്ഛികമായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയ റെസ്റ്റോറൻ്റാണിത്. അങ്ങനെ കഴിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കാണ് ഇങ്ങനൊരു ഫുഡ് അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് അറിയത്. എങ്കിൽ പിന്നെ അതൊരു വീഡിയോ കൂടി ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. ഒരു കാര്യം ഞാൻ പറയട്ടെ, എൻ്റെ പ്രതീക്ഷ ഫുള്ള് തെറ്റിച്ച് കളഞ്ഞു കേട്ടോ. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഇത്രയും സ്വാദോടെ ഫുഡ് അവർ സെർവ് ചെയ്യുമെന്ന്. നിങ്ങൾ ഇതുവഴിയൊക്കെ പോവുകയാണെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിൽ മസ്റ്റായിട്ടും കാരണം കേട്ടോ. എന്നിട്ട് അവിടെ താറാവും അതുപോലെ തന്നെ അവരുടെ മൊയിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാൻ വെറുതെ പറയുന്നില്ല കേട്ടോ. ഇവിടെ ഒരുപാട് വേറെ വ്യത്യസ്ത ഡിഷുകളുണ്ട്, പക്ഷേ അതൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇവരുടെ കാട കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അതൊരു ആവറേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഈ താറാവും അതുപോലെ തന്നെ മൊയിലും രണ്ടും ഒന്നിനൊന്ന് മെച്ചമാണ്. അതുപോലെ തന്നെ ഇവരുടെ പൊറോട്ടയും, ഈ പൊറോട്ടയും ഡക്ക് റോസ്റ്റും ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷനാണ് കേട്ടോ. വേറൊരു പ്രത്യേകത എന്താണെന്നറിയോ, 24 മണിക്കൂറും ഈ റെസ്റ്റോറൻറ്റ് ഓപ്പണാണ്. മൊയിൽ റോസ്റ്റും താറാവ് റോസ്റ്റും
രണ്ടും വേറെ ലെവലാട്ടോ. ഏകദേശം 100-200 പേർക്ക് കഴിക്കാൻ പറ്റുന്ന 2 വലിയ ഡൈനിങ് സ്പേസ് ഇവർക്കുണ്ട്. തൃശ്ശൂരിൽ നിന്ന് അങ്കമാലിക്ക് പോകുന്ന വഴിക്ക് കരയാമ്പറമ്പിലാണ് ഈ റെസ്റ്റോറൻറ്റ്. തൊട്ടടുത്ത് തന്നെ ഇവർക്ക് ഒരു തട്ടുകട കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവഴി പോവുകയാണെങ്കിൽ നല്ല നാടൻ ഫുഡ് കഴിക്കണമെങ്കിൽ ഇവിടേക്ക് കയറിക്കോ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.